ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണയെ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹത്തോടെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഒന്നേർന്നങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ ശക്തിയും കൃപയും അവിടുത്തെ കരുണയും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ദൈവസന്നിധിയിൽ സ്വസ്ഥമായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് ധ്യാനിക്കാം. ഈ നോമ്പുകാലം മുഴുവൻ നമ്മൾ പ്രത്യേകം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ദൈവകരുണ. ഈ നോമ്പുകാലത്തോടെ നമ്മുടെ മനസ്സിൽ നിന്ന് മറയാതെ മായാതെ കിടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പദമാണ് ദിവസ് ഇൻ മിസെറിക്കോർഡിയ. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതിയതാണ്. അതിൻ്റെ ടൈറ്റിലാണ് ദിവസ് ഇൻ മിസെറിക്കോർഡിയ. ദൈവം കരുണയാൽ സമ്പന്നം. ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. വീണ്ടും വീണ്ടും ഇത് കേട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയാൽ, ഈ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ, അറിവ് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ദൈവം കൃപയാൽ സമ്പന്നം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, ദൈവം നമ്മെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് കാണാൻ പറ്റും. ദൈവം നമ്മെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചനം വ്യക്തമാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാകും ദൈവം കരുണയാൽ സമ്പന്നമെന്നുള്ള യാഥാർത്ഥ്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം, ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കുന്നു, ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ മക്കളെന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ ഛായ, ദൈവത്തിൻ്റെ തന്നെ സാദൃശ്യം. ദൈവത്തിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനമെടുക്കുമ്പോൾ, ജ്ഞാനം 2:23, അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം അനശ്വരതയ്ക്ക് വേണ്ടി നമ്മെ സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ നിർമ്മിച്ചു. ഇവിടെ വീണ്ടും നമ്മൾ കാണുകയാണ്, ദൈവം നമ്മെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മരിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്, നിത്യമായി ജീവിച്ചിരിക്കാൻ വേണ്ടി. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സാത്താൻ അസൂയാലുവായി. അതുകൊണ്ടാണ് ഈ വചനം തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സാത്താൻ അവൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് കൊണ്ടുവന്നു. പാപത്തിലൂടെ മരണം ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നും അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. കരുണയാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന ആ ഒരു കാര്യം മറക്കരുത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം നമ്മെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നാം ദൈവമക്കളെന്ന് അവിടുന്ന് വിളിക്കുന്നു. മകനെ മകളെ എന്ന് ഒരപ്പൻ ഒരമ്മ മക്കളെ വിളിക്കുന്നത് പോലെ മകനെ മകളെ എന്ന് ദൈവം നമ്മളെ വിളിക്കുന്നു. ദൈവമക്കളെന്ന് നമ്മെ വിളിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് താനും. അതാണ് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഊറ്റിക്കുടിച്ച് അത് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ദൈവം നമ്മെ സൃഷ്ടിച്ചതും അതിനുശേഷം നമ്മെ വിളിക്കുന്നതും ദൈവത്തിൻ്റെ മക്കളെന്നാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. പറയുന്നുണ്ട്, ഈ സൃഷ്ടികർമ്മത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മെ രക്ഷിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ രക്ഷിച്ചു. ഈ യാഥാർത്ഥ്യം ധ്യാനിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ കരുണ എത്ര വലുതായിരുന്നു എന്നുള്ളത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. യേശുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, 2 അടി കൂടുതൽ കിട്ടുന്നതും അത്രയ്ക്ക് വേദനാജനകമാകില്ലായിരുന്നു. പക്ഷെ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പാപമായി മാറുക എന്നുള്ളതാണ്. പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. എന്തിനു വേണ്ടി? നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന്. ഇപ്പം അറിയുണ്ട്, യേശു കൊടുത്ത വില വളരെ വലുതാണ്. നാം ഓരോരുത്തരെയും രക്ഷിക്കേണ്ടതിന് എന്നുള്ളത് നമുക്കിവിടെ തിരിച്ചറിയാൻ പറ്റും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, പാപത്തിൽ മുഴുകിയ മനസ്സ്, പാപത്തിൽ മുഴുകുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ആരായി മാറുന്നു എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. അപ്പം ഈ പാപമറിയാത്തവൻ പാപമായി തീർന്ന് നമ്മെ രക്ഷിച്ചെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ദൈവം ഇത് ചെയ്തത് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ്. പാപം മൂലം ശത്രുക്കളായി മാറിയ നമ്മെ രക്ഷിക്കേണ്ടതിന് ഈ കർത്താവ് യേശു ചെയ്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ സ്വജീവൻ നൽകാൻ പോലും തയ്യാറായി. നമുക്ക് വേണ്ടി പാപമായി തീരാൻ അവൻ തയ്യാറായി. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 4-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പോൾ നമ്മൾ പാപത്തിൽ മുഴുകി ലോകത്തിൻ്റെ സ്വന്തമായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. അങ്ങനെയുള്ളവരെ മിത്രമാക്കാൻ ദൈവം കൊടുത്ത വിലയാണ് യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ആ രക്ഷാകര ദൗത്യം, ആ രക്ഷിക്കാനുള്ള കൃത്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. റോമാലേഖനം 5, 7, 8 വചനങ്ങൾ കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപികളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നഷ്ടമാകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സൃഷ്ടികർമ്മത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ, രക്ഷാകർമ്മത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ. 3-ാമത്തെ കാര്യം, ദൈവം നമ്മെ പരിപാലിക്കുന്നത്, പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചെയ്യുന്നൊരു കാര്യം നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തിയാണ് നാം കാണുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം,
യോഹന്നാൻ 14:18 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവം എത്രമാത്രം നമ്മളെക്കുറിച്ച് കരുതുന്നു, കരുതലുള്ള ദൈവമാണ് എന്നിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടാവാം, ജീവിത പങ്കാളി മരിച്ചിട്ടുണ്ടാവാം, മക്കളെ നമുക്ക് നഷ്ടമായിട്ടുണ്ടാവാം, പലതും. ഒരുപക്ഷെ ആരും നമ്മെ ഗവനിക്കാതെ മാനിക്കാതെ പോകുന്ന അവസ്ഥ. എങ്കിലും കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എവിടെയെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ട് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ 14 26 വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സഹായകനെ പിതാവ് നൽകും. മറ്റൊരു സഹായകനെ പിതാവായ ദൈവം നമുക്ക് നൽകും. ആ സഹായകൻ എന്തു ചെയ്യുന്നു എന്നുള്ളതും വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. യെശയ്യാ 45 വചനമെടുത്താൽ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് മുമ്പേ പോകും, ഞാൻ പോയി നിനക്ക് വഴിയൊരുക്കും. ദൈവം പറയാണ്, ഞാൻ തന്നെ നിനക്ക് മുമ്പേ പോകും, നിൻ്റെ മുമ്പിലെ തടസ്സങ്ങൾ ഞാൻ മാറ്റും, ഞാൻ നിന്നെ മുമ്പോട്ട് നയിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇവിടെയും ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്, അതാണ് ഈ പരിപാലനയിലൂടെ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പുറപ്പാട് 23 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പ് അയക്കും. ദൈവം നമ്മുടെ കൂടെ വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതനെ നമുക്ക് മുമ്പ് അയച്ച് നമ്മെ സഹായിക്കുന്ന, നമുക്ക് നമ്മുടെ ജീവിതം എളുപ്പമാക്കി തരുന്നൊരു ദൈവത്തെയാണ് ഇവിടെയും നമ്മൾ കാണുക. നെഹെമ്യായുടെ പുസ്തകം 9 16 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ കരുണ വിളിച്ചു പറയുന്ന ഒരു വചനഭാഗമാണ് നെഹെമ്യ 9 16 മുതൽ. ഏതാനും വചനങ്ങൾ നൽകുന്ന ആ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദുശാഠ്യക്കാരായ ജനം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. നമുക്കറിയാം, ദുശാഠ്യം വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ അനുസരിക്കത്തില്ല, കൽപ്പനകൾ ലംഘിക്കുന്നവരായിട്ട് മാറും. എന്നിട്ടും ദൈവം അവരോട് കരുണ കാണിച്ചു. ദുശാഠ്യക്കാരോട് പോലും കരുണ കാണിക്കുന്ന ഒരു ദൈവമായിട്ടാണ് നമ്മുടെ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ, ദൈവം ക്ഷമിക്കാൻ സന്നദ്ധനായി, ദൈവം ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനുമാണ്, അളവറ്റ സ്നേഹത്തിൻ്റെ ഉടമയുമാണ്. ഇതെല്ലാമാണ് ദൈവത്തെക്കുറിച്ച് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ, ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ, ദൈവത്തിൻ്റെ പരിപാലനയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ദൈവകരുണയാണ്. ഈ കരുണ പ്രാപിച്ച് ആ കരുണയുടെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവകരുണയെ ധ്യാനിച്ച് നമുക്ക് കൈകൾ കൂപ്പി ശിരസ്സ് നമിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു നിയോഗം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. ഒപ്പം പാപം വർജിച്ച് ആത്മീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ